6 ശനിയാഴ്ച എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ തന്നെ എഴുന്നേറ്റ് ആ കർട്ടനൊക്കെ മാറ്റുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാനൊന്ന് എഴുന്നേറ്റ് എല്ലാം ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. കാര്യമായിട്ട് റെഡിയാക്കാനൊന്നുമില്ല. തലേന്ന് രാത്രി ഉണ്ടല്ലോ, ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെറിയ തോതിൽ ഒരു കുഞ്ഞ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾക്കൊരു ഹാപ്പിനെസ്സിന് വേണ്ടി. കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാർഡും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് റിട്ടേൺ ഗിഫ്റ്റാണ്, ഡുങ്കുടുവിന് നമുക്ക് കൊടുക്കണത് എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സച്ചുവിനെ എണീപ്പിക്കാൻ വേണ്ടി ഞാൻ നേരെ പോയി ആദ്യം സനോവിനെയും അതുപോലെ തന്നെ ഡുങ്കുടുവിനെയും ഞാൻ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് സച്ചുവിനെ പോയിട്ട് വിളിക്കണമെങ്കിൽ. അവളുടെ റൂമിൽ ഇതാ ആരും കയറാതിരിക്കാൻ വേണ്ടി അവൾ ഉറങ്ങുകയാണ് എന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലാറാം കിടന്ന് അവിടെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ ഈ ഇടയിട്ട് അലാറാം ഒന്ന് ശീലിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമൊന്നുമില്ല, അലാറാം അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ അലാറാം ഓഫ് ചെയ്തിട്ട് അവളെ ഒന്ന് വിഷ് ചെയ്ത് വിളിച്ചെണീപ്പിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday dear Sachu. Happy birthday to you. Woohoo! Yay! ആ പറഞ്ഞ ഭാഷ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ കണ്ണൊക്കെ കുത്തിപ്പൊക്കിയാണ് അവൾ തുറന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തോതിൽ അവളെ എഴുന്നേറ്റ് വരുമ്പോൾ അവൾക്ക് കാണാൻ വേണ്ടി അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ പോയി ഫ്രഷ് ആക്കാൻ വിട്ടിട്ട് ഞാൻ നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമുക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇസ്റ്റുവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പവും ഇസ്റ്റുവേ. അപ്പോൾ അതുണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നേരെ തേങ്ങാപ്പാൽ കലക്കുന്നുണ്ട്. തേങ്ങാപ്പാൽപ്പൊടി വെച്ചിട്ടാണ് ഇത്തിരി ചൂടുവെള്ളത്തിൽ ആദ്യം ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഇത്തിരി നന്നായിട്ട് ഞാൻ ലൂസാക്കി, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കണം, നന്നായിട്ട് ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ പച്ചക്കറി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ആ പച്ചക്കറി എല്ലാം കൂടി വേവാൻ വേണ്ടി ഞാൻ ഒരൊറ്റ വിസിൽ എളുപ്പപ്പണിക്ക് വേണ്ടി അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് അടുത്ത 1-ാം പാലിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് ഒരു ലേശം വെള്ളത്തിലൊന്ന് കലക്കി റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ പിന്നെ അതിൻ്റെ സ്റ്റീമൊക്കെ പോകുമ്പോൾ നേരെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോഴേക്കും എന്താ സച്ചു ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവളുടെ ഒരു എക്സൈറ്റ്മെന്റിലേക്ക് നമുക്ക് കടക്കാല്ലേ. അപ്പോൾ അവൾ നോക്കുകയാണ് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. കേക്ക് വാങ്ങിയത് അവൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുകളിൽ കുത്താനുള്ള സാധനം അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിയതൊന്നുമല്ല, അത് നേരത്തെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവളുടെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാവേ, കേൾപ്പിച്ചുതരാം. അങ്ങനെ നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബർത്ത്ഡേ കാർഡും ഗിഫ്റ്റും എല്ലാം ഓപ്പൺ ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഗിഫ്റ്റ് അവൾ ഓൾറെഡി എനിക്ക് ഇത് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പം ഞാനത് കാർട്ടിൽ ആഡ് ചെയ്ത് അവൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറക്കരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനത് വാങ്ങിയിട്ട് ഞാൻ ഡുങ്കുടുവിനെ കൊണ്ട് അത് കൊടുപ്പിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കാർഡ്സും കാര്യങ്ങളും എല്ലാം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പടം വരച്ചതെല്ലാം ഡുങ്കുടു തന്നെ ചെയ്തതാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, രാത്രി കുത്തിയിരുന്ന് അവൾ ചെയ്തതൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസം, ഞാൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതാണ് സാധനം ഞങ്ങൾ. അപ്പോൾ ഓർഡർ ചെയ്ത് പക്ഷേ നേരത്തെ സാധനം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് അവൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതങ്ങനെ വെച്ചു. അവൾ കുറേ ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് റാപ്പ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അവളുടെ ഗസ്സിങ് കാര്യങ്ങളൊക്കെ കേൾക്കാം. സ്യൂട്ട് കേസ് ആയിരിക്കും ചിലപ്പോ, നാട്ടിൽ പോവാൻ സ്യൂട്ട് കേസ് ആവും ചിലപ്പോ. സ്പീക്കറാ എന്ന് പൊക്കി കൊടുക്കടാ. Whoa, that was cool. Take it back. ഇതെന്താ ചാർജറാ? നോക്ക്, തുറന്നു നോക്ക്. ഓ മൈക്രോഫോൺ. ലാ 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 ലാ.
അവളങ്ങനെ സ്പീക്കർ മൈക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സംഭവം ശരിക്കും എന്തോ കരോക്കെ സിസ്റ്റം എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, പോർട്ടബിൾ ആയിട്ട്. അപ്പോൾ അവൾ അത്യാവശ്യം പാട്ട് പാടുന്നത് കൊണ്ടും അവൾക്ക് അതൊരു നമ്മൾ അങ്ങനെ ഗിഫ്റ്റ് നല്ല ഇത് അവൾക്ക് വാങ്ങി കൊടുക്കണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് ആയിട്ട് അങ്ങനെ വാങ്ങാലോ എന്ന് വിചാരിച്ചു. ഇതിനിടയിലുണ്ടല്ലോ ഇതൊക്കെ നോക്കിയിരുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മറന്നു. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങ് വേഗം കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോർത്തു. പിന്നെ അത് തുറന്നു വെച്ചിട്ടുണ്ട്. അവൾ ആക്ച്വലി ഇതും അവൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ്. അവൾക്ക് ഈ ബുക്ക് 3 വേണമെന്ന് പറഞ്ഞിട്ട് ഇത് എന്തോ ഒരു സീരീസാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ സമയം നോക്കി വാങ്ങി എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പണികളെല്ലാം ഇവരെല്ലാവരും കൂടി നോക്കുന്ന പരിപാടികളാണ് കേട്ടോ. എങ്ങനെയാണ്, എന്താണ് വർക്കിംഗ് സിസ്റ്റവും എല്ലാ കാര്യങ്ങളൊക്കെ അവർ നോക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ ഇവർക്ക് അതിൻ്റെ ഇടയിൽ ഇത് പറയട്ടെ ആദ്യം. ഇത് ഞാൻ ആക്ച്വലി ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സച്ചുവിന് തലേ ദിവസം ഇത് ശനിയാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച അവൾ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുപോയ സമയത്ത് അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊക്കെ കാണിച്ചിരുന്നു. ഞാൻ ഷോർട്സ് ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരോക്കി സിസ്റ്റം എല്ലാം ഒരുവിധം അവർ സെറ്റിങ്സ് എല്ലാം നോക്കി ഒന്ന് സെറ്റാണ്. ഇനിയിപ്പോൾ സച്ചുവിനെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ച് നോക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അവളിപ്പോൾ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊരു ഹെൽപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇങ്ങനെ പ്രോഗ്രാംസിന് ചെയ്യുമ്പോൾ പലപ്പോഴും മൈക്കിൻ്റെ ഒരു പിടിക്കാൻ അവൾക്കത് പ്രാക്ടീസ് ഇല്ലല്ലോ. അപ്പോൾ അതൊന്ന് ഹെൽപ്പ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് ഒരു മോട്ടിവേഷനും കൂടി വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കൊടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ എന്താ പറയുക ഇസ്റ്റുവിൻ്റെ പടിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലും 1-ാം പാലും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിനകത്തേക്ക് ഇത്തിരി ചൂടായതിനു ശേഷം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നെടുത്ത് ഇനി ചൂടാക്കിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ അവൾക്ക് സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ കേക്ക് കട്ടിങ് തീർക്കാമെന്ന് വിചാരിച്ചു. Happy birthday to you. Happy birthday to you. Happy birthday dear Sachu. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിങ്ങും അങ്ങനെ ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാല്ലേ. നമ്മൾ ഗിഫ്റ്റായിട്ട് ഇവർക്ക് പലപ്പോഴും വാങ്ങി കൊടുക്കുമ്പോണ്ടല്ലോ നമ്മൾ നോക്കുന്ന ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം നമ്മൾ വാങ്ങാമെന്ന് വിചാരിക്കും. വാങ്ങാമെന്ന് വിചാരിക്കുന്നത് ബർത്ത്ഡേയുടെ ഒക്കെ ഒരു ടൈം ആണെങ്കിൽ നമ്മൾ ആ ടൈം നോക്കി അങ്ങ് മേടിക്കും. ഇതാണ് ചെയ്യുന്നത്. കാരണം ടോയ്സും കാര്യങ്ങളും ഇപ്പോൾ കംപ്ലീറ്റ്ലി നിർത്തുന്ന പരിപാടിയിലേക്ക് വന്നിരിക്കുകയുണ്ടോ. ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങി അങ്ങനെ ഇതാക്കണ്ടല്ലോ, ഇങ്ങനെ ആവശ്യമുള്ളത് വാങ്ങുന്നതാണല്ലോ നല്ലത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ സച്ചിനെ റെഡിയാക്കി നമ്മൾ സ്വിമ്മിങ്ങിന് വിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടാണ് സ്വിമ്മിങ്ങിന് വിട്ടത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി കേക്ക് കട്ട് ചെയ്തത്. അതിനുശേഷമാണ് പിന്നെ സ്വിമ്മിങ്ങിന് വിട്ടത്. പിന്നെ ഞാൻ നേരെ വന്നിട്ട് വാഷിംഗ് മെഷീനിൽ നമുക്ക് യൂണിഫോം മുഴുവൻ കഴുകുന്നത് ഞാൻ പൊതുവേ സാറ്റർഡേയ്സ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിഫോം മുഴുവൻ അങ്ങ് കഴുകാനിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ ഇടിയപ്പം ഇഷ്ടമൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിക്കുന്ന അപ്പോഴായിരുന്നേ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. നമുക്ക് നേരെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അതും സച്ചുവിൻ്റെ ഡിമാൻഡായിരുന്നു. സച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ചോറും ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറും ചിക്കൻ കറിയും നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ചിക്കൻ ഞാൻ ഓൾറെഡി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ ഇത്തിരി നാരങ്ങ നീരൊക്കെ കൂട്ടി ചേർത്തിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറായി കഴിഞ്ഞപ്പോഴേക്കും ചോറ് ഞാൻ വാർത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിനിടയ്ക്ക് സച്ചു സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ അവിടെ കരോക്കെ സിസ്റ്റം അതൊക്കെ എടുത്ത് നോക്കലാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിങ്ങനെ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് ഒന്നും അല്ല കേട്ടോ കുക്കിങ്ങിന്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ സൈഡിൽ ഞാൻ തക്കാളി കരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ആണ് ഞാൻ ചേർക്കാറ്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഇങ്ങനെ, എനിക്ക് തക്കാളി ഇങ്ങനെ കടിക്കുന്നത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉടയുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കും. അതിനുശേഷമാണ് നമ്മൾ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി അത് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. എനിക്കങ്ങനെ ചിക്കനും കാര്യങ്ങളൊന്നും അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് എന്താ പറയുക, കല്യാണം യു കെ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് ഡുങ്കുടൊക്കെ ഉണ്ടായതിന് ശേഷം ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കനൊന്നും വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ചിക്കൻ കറി ഒന്നും അങ്ങനെ കിട്ടാതെ ആയപ്പോൾ തന്നെത്താനെ പഠിച്ചതാണ്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് കുക്കായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീറ്റ് മസാല ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഞങ്ങളുടെ വീട്ടിലും അമ്മയൊന്നും അങ്ങനെ കുക്ക് ചെയ്യാറില്ല കേട്ടോ. അമ്മ മീറ്റൊന്നും കഴിക്കാത്തതുകൊണ്ട് കുക്ക് ചെയ്യാറില്ല. പക്ഷെ ഇതെന്നെ പഠിപ്പിച്ചത് മുഴുവൻ എന്നെ വല്യച്ഛനാണ് കേട്ടോ. എൻ്റെ വല്യച്ഛനാണ് പഠിപ്പിച്ചത്. അപ്പോൾ വല്യച്ഛൻ
ഞാൻ ഇപ്പോഴും പല ടൈപ്പുള്ളത് നമ്മുടെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് വെളിച്ചം വെക്കും പഠിപ്പിച്ച ആ ഒരു രീതിയിലോട്ട് ഞാൻ എത്തും. എന്തോ ആ ഒരു രീതിയാണ് എനിക്കിഷ്ടം, എൻ്റെ കൈ വഴങ്ങുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. നേരെ സച്ചുവിനെ വേഗം പോയി റെഡിയാക്കി അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് അവിടുത്തെ പിള്ളേർക്ക് ചോക്ലേറ്റ്സും കൊടുക്കാൻ, ടീച്ചറിനൊക്കെ ചോക്ലേറ്റ്സ് കൊടുക്കാൻ, എന്താ പറയുക, ചോക്ലേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി സച്ചുവിനെ എന്തിനാണ് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അങ്ങനെ പോലില്ല. കാരണം ഡാൻസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവൾക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തി. നേരെ സച്ചുവിനെ ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹോളിലാണ് അവർക്ക് ഡാൻസ് ക്ലാസ്. അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ നമ്മളിവിടെ കട്ട പോസ്റ്റാണ്. 1 മണിക്കൂർ കട്ട പോസ്റ്റ് അവിടെ ഇരുന്ന് ഫോൺ കുത്തിയും കുറച്ച് നേരമൊക്കെ മയങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവളെ പോയി സമയം പിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചുവിന് ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. രസംസ് ക്രീമറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കാർ പാർക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ടെസ്കോയിൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇവിടെ വന്നിട്ടുണ്ട്. രസംസ് ക്രീമറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പോയിട്ട് അവിടുത്തെ നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വന്നതാണ്. പേര് പോലെ തന്നെ ക്രീമറിയാണ്. ഫുള്ള് ഡെസേർട്ടിന്റെ ഷോപ്പാണ്. വേറെ മീൽസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുൾ ഡെസേർട്ടാണ്, മധുരത്തിന്റെ കളികളാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടത് ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓർഡറൊക്കെ ചെയ്തു. ഇത്രയൊന്നും ഓർഡർ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞാലും ഓർഡർ ചെയ്തു. അപ്പോൾ സച്ചു ഓർഡർ ചെയ്ത് ഫെറാറോ ടവർ സൺഡേ ആണ് കേട്ടോ അവൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവളുടെ ആദ്യം വന്നു. പിന്നെ അവൾ വെയിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഓരോന്ന് മെൽറ്റായി വരുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കഴിച്ചുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെയും വന്നു കേട്ടോ. സനയ്ക്ക് പിസ്താച്ചിയോടെയും ഞാൻ ബ്യൂണോ, ഇവരെല്ലാം ഷെയർ ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ബ്യൂണോ വാങ്ങി. പക്ഷേ എനിക്ക് എന്തോ ബ്യൂണോ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവസാനം ഞാൻ പതുക്കെ സ്വിച്ച് ചെയ്ത് സനോയിന് നേരെ ബ്യൂണോ കൊടുത്തിട്ട് ഞാൻ ആ പിസ്ത എടുത്തു. ഇവിടുത്തെ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, റോബോട്ട് വന്ന് സെർവ് ചെയ്യും കേട്ടോ. നമ്മുടെ സൺഡേ ഒന്നുമല്ല, ഇങ്ങനത്തെ പ്ലേറ്റിലുള്ള സംഭവങ്ങളൊക്കെയാണ് റോബോട്ട് വന്ന് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ കുക്കി ഡോവും അതുപോലെ തന്നെ വാഫിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണെന്ന് പറയുവാണെങ്കിൽ റോബോട്ട് വന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടായിരുന്നു ഇത് സെർവ് ചെയ്യുക. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റാഫിന് മനസ്സിലായിട്ട് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് അതൊന്നുകൂടിയും അവർ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡിഷ് കൊണ്ടുവരേണ്ട, റോബോട്ടിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. സച്ചു എടുക്ക്, ബാക്കി എടുക്ക് ഒരു ഫോട്ടോ എടുക്ക്. സച്ചു സ്റ്റേ സച്ചു അങ്ങനെ റോബോട്ട് വന്ന് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് അതൊരു സെൻസറിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ നിന്ന് സാധനം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് ബൈയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ലിൻഡോറും അതുപോലെ തന്നെ കിൻഡർ ജോയ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും, അവരാദ്യം നമ്മളോട് ചോദിച്ചായിരുന്നു ഇത് രണ്ടാമത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരണമെന്ന് ചോദിച്ചായിരുന്നു ഈ സെർവ് ചെയ്ത സാധനം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, നമുക്കത് വിഷ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കിൻഡർ ജോയ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് മനസ്സിലായോ അതുകൊണ്ടാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുവിധം എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കഴിച്ച് തീർത്തു. ഞങ്ങളുടെ എല്ലാം കാലിയായിട്ടുണ്ട്. പക്ഷെ സച്ചുവിന്റെ കാണണോ, അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. കഴിക്കാൻ അത്ര എളുപ്പമൊന്നും അല്ലാട്ടോ. അപ്പുറത്ത് വേറൊരു ബർത്ത്ഡേ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ക്രാക്കേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഫയർ വർക്ക് പോലെയൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളത് എടുക്കാവുന്നതാണ്. വാഫിളൊന്നും മുഴുവൻ നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ടേക്ക് അവേ എടുത്തു. പക്ഷേ സൺഡേ ഒന്നും നമുക്ക് ടേക്ക് അവേ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചതാണ്. സംഭവം നല്ലതാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല, വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിച്ച് ഒരു സാധനം വാങ്ങിയിട്ട് സൺഡേ ഒക്കെ ആണെങ്കിൽ ഒരൊറ്റെണ്ണം വാങ്ങി 4 പേർക്ക് ഷെയർ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കുള്ളതുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ, ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റിയിലും ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അത്രയും വാങ്ങി കഴിച്ചുകൊണ്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇത്തിരി എരിവൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതല്ലാത്ത വൈസ് രസം ക്രീമറി നല്ലതാണ്. എങ്ങനെയായാലും ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ റോബോട്ടിനൊക്കെ അതൊരു വേറെ എക്സ്പീരിയൻസ് ആണല്ലോ, പ്രത്യേകിച്ച് പിള്ളേർക്ക്. അതുകൊണ്ടാണ് നമ്മൾ പലരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.